ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബീന്റെ ജന്മദിനം എന്നാണല്ലോ ഒന്ന് പറഞ്ഞു വെക്കുന്നത്. അത്ര പുണ്യമുള്ള കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി മൗനം എന്തേ അള്ളാഹ് അവലംബിച്ചത്? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. നമ്മുടെ ഉസ്താദുമാര് മൈക്ക് കിട്ടുന്നിടത്ത് കയറി എന്ന് പറയാണെന്ത് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യകരമായ ഒരു ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആനിലുണ്ട്. നമ്മളൊക്കെ പഠിച്ചതുമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ നമ്മൾ കേട്ടതാണ്. എന്നാൽ ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്ന് ആരാ പറയുന്നത്? ഒരു ഉസ്താദാണ്. അത് ഉസ്താദിനോട് ആര് പറഞ്ഞു? മനസ്സിലായില്ല. ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഒരാൾ ചോദിക്കാൻ 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട് നിങ്ങൾ പറയുന്നു, എന്താ തെളിവെന്ന് ചോദിച്ചാൽ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ ഖുർആനിലുള്ളത് അതാ. ശരി, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബിദിനം. അതെവിടെയുള്ളത്? ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. ഹദീസിലെവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ലൈഫായ ഹദീസിലെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അയാൾ നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു. നാവിന്റെ നീട്ടം കൊണ്ടൊരു മതം തെളിവാകണം. ക്രിസ്ത്യാനിറ്റിയെ പോലെ തെളിവുള്ള ഒരു മതം ഉണ്ടോ? അല്ല എന്താ പറഞ്ഞത്? സൂറത്ത് കഹ്ഫ് വായിച്ചാല് 4, 5 അഞ്ചാമത്തെ പറഞ്ഞാ ഓർക്ക് നാവിന് എത്ര നീട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചില്ല. നാവിന് എത്ര നീട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കണല്ലോ. അവരെ കയ്യിൽ തെളിവുണ്ടോന്ന് അല്ല പറയാണ് ഖുർആനിൽ. പറഞ്ഞു മനസ്സിലായി. അതിന്റെ പൊരുളും ഗൗരവം മനസ്സിലായോ? കുറച്ച് സ്ട്രോങ് ഉള്ള മനസ്സായതുകൊണ്ട് പറയാൻ ഞാൻ. നമ്മളെ നാവുകൊണ്ട് പറയുന്നോണ്ട് ഇസ്ലാം ആവില്ല. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടൊരു മരണദിനം, എന്തുകൊണ്ടൊരു ജന്മദിനം ഇല്ല? പ്രായോഗികമായ മതത്തിൽ അത് ഉണ്ടാവില്ല.